2-3 വീഡിയോസ് ഇട്ടപ്പോൾ ഒത്തിരി പേരുടെ സംശയമായിരുന്നു ഞാൻ എന്തിനാണ് പോകുന്നത്, ഏത് കോഴ്സാണ് ചൂസ് ചെയ്തേക്കുന്നത് എന്നുള്ളത്. സോ ഞാൻ വിചാരിച്ചു ഇന്ന് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം, ഹൗ ഐ ചൂസ് മൈ കരിയർ. സോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എത്രത്തോളം കൺഫ്യൂഷൻ ആയിട്ടിരുന്നാലും അവസാനം നമ്മുടെ മൈൻഡിൽ ഒരു കോഴ്സ് വരും. എൻ്റെ ഒരു ഇതിൽ ആ ഒരു കോഴ്സിന് പോകുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ ഏകദേശം 1 to 12 വരെ പഠിച്ച ആ ഒരു ടൈമിൽ എൻ്റെ മൈൻഡിൽ ആദ്യം ഉണ്ടായിരുന്നു, നമുക്കറിയാം ഇപ്പോൾ കുഞ്ഞു പിള്ളേരുടെ അടുത്ത് എന്താണ് അംബിഷൻ എന്ന് ചോദിച്ചാൽ അവർക്കാകെ പറയാൻ അറിയാവുന്നത് ഡോക്ടർ, ടീച്ചർ, പോലീസ്, പിന്നെ ആർമി, ആ ഒരു കുറച്ച് ജോബേ ഉണ്ടാവുള്ളൂ. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഏകദേശം ഒരു 10 +1 +2 വരെയും ഞാൻ എൻ്റെ മൈൻഡിൽ ഒരു കറക്റ്റായിട്ടുള്ള ഒരു അംബീഷനോ അല്ലെങ്കിൽ ഒരു ഡ്രീമോ വന്നിട്ടുണ്ടായിരുന്നില്ല. സോ ടീച്ചേഴ്സൊക്കെ ചോദിക്കുമ്പം എനിക്ക് വായി തോന്നിയ ഒരു ജോബ് ഞാൻ പറയും. ആൻഡ് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, ഞാൻ +2 സയൻസ് പഠിച്ചുകൊണ്ട് തന്നെ ആ സയൻസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതിന് തന്നെ പോകണം, എന്തെങ്കിലും ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് തന്നെ പോകണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ +2 പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും ചോദിക്കും എന്തിനാ പോകുന്നത്, തീരുമാനിച്ചോ? ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരാൾ പറയും നേഴ്സിങ്ങിന് പോകാം, അത് നല്ലതാണ്. അപ്പോൾ ഞാൻ ശരിക്കും ഓക്കെ നേഴ്സിങ് നല്ലതാണ്, ഞാൻ നേഴ്സിങ്ങിലേക്ക് ചാടും. അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു താല്പര്യം തോന്നി. കോഴ്സ് നെയിം ഞാൻ ഓൾറെഡി തംബ്നെയിൽ കൊടുത്തിട്ടുണ്ട്, ബി-ഫാം. ഞാനിപ്പോൾ ഈ ഒരു ദിവസം വരെ എൻ്റെ മൈൻഡിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത് ബി-ഫാം എന്നുള്ള കോഴ്സ് തന്നെയാണ്. ഇനി മാറുമെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ചിന്തിക്കുന്നത് 1 ഇയർ കീം കോച്ചിങ്ങിന് പോയിട്ട് എഴുതി നോക്കിയാലോ, അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ്റിൽ കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ എന്താണ് ബി-ഫാം ഒരു നല്ല കോഴ്സാണ്. ഞാൻ പോകുന്ന ആ ഒരു സ്ട്രീമിനെ കുറിച്ച് നിങ്ങളോടും പറഞ്ഞുതരാം. കാരണം എന്നെപ്പോലെ തന്നെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ടാവും +2 കഴിഞ്ഞിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയാനാണെങ്കിൽ ബി-ഫാം എന്ന് പറഞ്ഞൊരു കോഴ്സ് 4 ഇയർ ഡ്യൂറേഷൻ വരുന്ന ഒരു കോഴ്സാണ്. ആൻഡ് ആ ഒരു 4 ഇയർ തിയറി സബ്ജക്റ്റുകളോടൊപ്പം തന്നെ പ്രാക്ടിക്കലിനും അതേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോഴ്സാണ്. പിന്നെ നമുക്ക് +1 +2 കെമിസ്ട്രീനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ബി-ഫാം എടുത്താൽ കൂടുതൽ എളുപ്പമായിരിക്കും പഠിക്കാൻ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ബി-ഫാമിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് കെമിസ്ട്രിയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇടയ്ക്ക് കുറച്ചൊക്കെ ബയോളജി ഉണ്ടാകും, അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് ഒരു മെഡിസിൻ്റെ മാനുഫാക്ചറിങ് ആൻഡ് എഫക്ട്സ്, യൂസസ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഫാർമസി കീം ബേസ്ഡ് ആണ് അഡ്മിഷൻ വരുന്നത്. അപ്പോൾ കീം എഴുതിയ കുട്ടികൾക്കാണെങ്കിൽ അതിൻ്റെ റാങ്ക് അനുസരിച്ച് പ്രൈവറ്റ് കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ എളുപ്പമായിരിക്കും. ഇതൊരു മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ഹോസ്പിറ്റലും അതുപോലെ തന്നെ റീറ്റെയിൽ ഫാർമസിയൊക്കെ കൂടി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ ഒരു ബി-ഫാം എന്ന് പറഞ്ഞ കോഴ്സ് നല്ല സ്കോപ്പുള്ള കോഴ്സ് തന്നെയാണ്. ഈ ഒരു 4 ഇയർ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫാർമസിസ്റ്റ് മാത്രമായിട്ടല്ല, മെഡിസിൻ മാനുഫാക്ചറിങ് മേഖലയിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബി-ഫാം കഴിഞ്ഞിട്ട് എം-ഫാമും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടീച്ചിങ് മേഖലയിലേക്ക് പോകാനുള്ള സ്കോപ്പ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഫാർമസി മേഖലയിലേക്ക് പോകുമ്പം ഓരോരോ കോളേജ് ഡിപ്പെൻഡ് ആയിട്ടിരിക്കും നമ്മുടെ കോളേജ് ലൈഫും എല്ലാം. ചില കോളേജിൽ നല്ല സ്ട്രിക്റ്റ് ആയിരിക്കും, എന്നാൽ ചില കോളേജിൽ നല്ല അടിച്ചു പൊളിച്ച് നടക്കാം. ബി-ഫാം കോഴ്സ് മെയിനായിട്ട് കേരളത്തിൽ 5 ഗവൺമെൻറ് കോളേജിലാണ് ഉള്ളത്. അല്ലാണ്ട് ഒത്തിരി പ്രൈവറ്റ് കോളേജുകളുണ്ട്. അതൊക്കെ നിങ്ങൾ അഡ്മിഷൻ വെക്കുമ്പോൾ നല്ലത് ഏതാന്നൊക്കെ നോക്കിയിട്ട് വെക്കാൻ ശ്രമിക്കുക. സോ ബി-ഫാമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ.